ഈ പ്രദേശത്ത് 15ഓളം കുടുംബങ്ങൾ ഇവിടുന്ന് മാറിയിട്ട് ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാടിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. കാക്കകളും മറ്റും അവശിഷ്ടങ്ങളും കൊണ്ടിടുക, നായ്ക്കളും മറ്റും അറവശാലയിലും മറ്റു മാലിന്യങ്ങളും ബയോമാലിന്യങ്ങളും കൊണ്ട് അവനാൻ്റെ വീട്ടിലും റോട്ടിലിട്ട് അങ്ങനെ പ്രശ്നം. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ ഇടപെടലുകൾ മഞ്ചേരി നഗരസഭ നടത്തിയിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള പൊതുജന സംസാരം. ഇതിനിടയിൽ വലിയ ഒരു വിമർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരും ഇടതുപക്ഷ നേതാക്കളും രംഗത്ത് വരികയാണ്. മഞ്ചേരി വേട്ടേക്കോട് പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. മഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരും ഇടതുപക്ഷ നേതാക്കളും ചാനൽ 2 പ്രേക്ഷകരോട് പ്രതികരിക്കുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. മഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരും ഇടതുപക്ഷ നേതാക്കളും ചാനൽ 2 പ്രേക്ഷകരോടൊപ്പം കൂടെയുണ്ട്. വേട്ടേക്കോട് മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സമരങ്ങളും ഒക്കെ സജീവമാണ്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം? എങ്ങനെ പ്രതികരിക്കും? ഇവിടെ കേരളത്തില് 1918 ബ്രഹ്മപുരം തീയുടെ ഭാഗമായി കേരളത്തിലെ ഡംപ് സൈറ്റുകളിൽ, അതായത് മാലിന്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഡംപ് സൈറ്റുകളിലെ 53 സൈറ്റുകളിലുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ലോകബാങ്കിന്റെ സഹായത്തോടുകൂടെ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വേട്ടേക്കോട് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യം നീക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. 2021 തന്നെ മഞ്ചേരി നഗരസഭയോട് ഇതിനാവശ്യമായ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വേണ്ടി പറഞ്ഞ് ആവശ്യമായ ഫണ്ട് പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റ് നൽകിയതാണ്. പക്ഷേ അവര് ഇത് കൊണ്ടുപോയി അവസാനം ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞ കൗൺസിലിലെ കൗൺസിലർമാർ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുകയും വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് അവസാനമായി നഗരസഭ ഇത് ടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചു. 2024 മാർച്ചിൽ ഇത് ടെൻഡർ ചെയ്ത് കരാറുകാരെ ഏൽപ്പിച്ചതാണ്. 15 മാസത്തെ സമയത്തിന് അകം പൂർത്തീകരിക്കാൻ, അതായത് 2025 ജൂൺ മാസത്തോടുകൂടെ ഇവിടുത്തെ മുഴുവൻ മാലിന്യങ്ങളും കൊണ്ടുപോകേണ്ടതായി. എന്നാൽ ഇവിടുത്തെ മാലിന്യങ്ങൾ ഇപ്പോഴും 2026 ജൂൺ മാസമായിട്ട് 1 വർഷം പിന്നിട്ടിട്ടും മാലിന്യങ്ങൾ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഈ മാലിന്യ കേന്ദ്രത്തിൽ അന്ന് നമ്മുടെ ശ്മശാനം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ മാലിന്യത്തിന്റെ മുകളിലാണ് ശ്മശാനം സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സ്ഥാപിക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്ന അവിടെ മാലിന്യം തീരെ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോ അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു. അവർ തന്നെ ഇപ്പൊ പറയാം, മാലിന്യത്തിന്റെ ആ ശ്മശാനത്തിനകത്തുള്ള മാലിന്യം കൂടി എടുത്തു മാറ്റുന്നതിന് വേണ്ടി ഉള്ള നടപടിക്ക് വേണ്ടി അതിനുവേണ്ടി ഇപ്പൊ അവര് ശുചിത്വ മിഷനെ സമീപിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ശുചിത്വ മിഷനെ സമീപിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെയുള്ള മുഴുവൻ മാലിന്യങ്ങളും കൊണ്ടുപോയെങ്കിൽ മാത്രമേ ലോകബാങ്കിന്റെ ഫണ്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ച ഉണ്ടായിട്ടും നഗരസഭ എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരസഭാ കൗൺസിലർമാർ ഇവിടെ വന്ന് പ്രഖ്യാപിക്കുന്നത് എന്താ വെച്ചാൽ, നഗരസഭ മുൻകൈയെടുത്ത് 3 കോടി ചെലവാക്കിയിട്ടാണ് ഇവിടെ ഈ മാലിന്യം നീക്കുന്നത്. യഥാർത്ഥത്തിൽ മഞ്ചേരി നഗരസഭ 1 രൂപ പോലും ഇതിന് നീക്കി വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മാലിന്യം നീക്കുന്നതിന് തടസ്സമായി നിന്നവരാ. അത് മാത്രമല്ല, ഇനിയിപ്പോ മാലിന്യം നീക്കം ചെയ്തതിനു ശേഷം അവരിവിടെ കൊണ്ടുവരാൻ പോകുന്ന ബയോ പാർക്കാണ്. ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്ത അന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു, ഇവിടെ കളിസ്ഥലമാണ് വേണ്ടത്. ഇവിടെ ഒരുപാട് കുട്ടികൾ കളിക്കാൻ ഒരു ആവശ്യമായ സ്ഥലമില്ലാതെ നിൽക്കുന്ന സമയമാണ്. ഇവിടെ ബയോ പാർക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വേട്ടേക്കോടിലെ ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടി, നേരത്തെ ഈ ട്രെഞ്ചിങ് ഗ്രൗണ്ട് ഇവിടെ വന്നത് തന്നെ ട്രെഞ്ചിങ് ഗ്രൗണ്ട് കളിസ്ഥലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് ഇത് വന്നത്. കളിസ്ഥലം എന്ന് അന്നത്തെ കൗൺസിൽ തെറ്റിദ്ധരിപ്പിച്ചു. ബയോ പാർക്കും ഇതുപോലെ തന്നെയാണ്. അമൃത് പദ്ധതിയിൽ സർക്കാർ കൊടുക്കുന്ന ഫണ്ടിന്റെ 50% മാലിന്യ സംസ്കരണത്തിന് നീക്കിവെക്കണം. അവര് ഇവിടുത്തെ മലിനജലം ശുചീകരിക്കാനും അതുപോലെ കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിനും വേണ്ടി അതിന്റെ ഭാഗമായി 93 കോടിയുടെ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 93 കോടിയുടെ പദ്ധതി ഉണ്ടാക്കിയിട്ട് ബയോ പാർക്ക് കൽപ്പറ്റയിലും അതുപോലെ തന്നെ ഹൈദരാബാദിലും കഴിഞ്ഞ കൗൺസിലർമാർ പോയി പഠനം നടത്തി. ഹൈദരാബാദിലെയും കൽപ്പറ്റയിലെയും മാതൃകയിൽ ഇവിടെ ഇപ്പോ കക്കൂസ് മാലിന്യവും അതുപോലെ തന്നെ മഞ്ചേരിയിലെ ജലവും ഇവിടെ കൊണ്ടുവന്ന് ശുചീകരിച്ച് അതിലെ വെള്ളം കൊണ്ട് പൂന്തോട്ടം നനക്കാനും അതിലെ ഖരവസ്തുക്കൾ കൊണ്ട് വളം ചെയ്തുകൊണ്ട് ഇത് പാർക്കാക്കി നിലനിർത്താനാണ്. അത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ മാലിന്യം പോയതിനു ശേഷം വലിയൊരു മാലിന്യ കേന്ദ്രം കൂടി വരികയാണ്. യഥാർത്ഥത്തിൽ ഡംപ് സൈറ്റിൽ 25 വർഷത്തിലേറെ ഇട്ടിട്ടുള്ള സ്ഥലത്ത് പുതിയ മാലിന്യം ഇത് വരാൻ പാടില്ല. അപ്പൊ അത് ഒഴിവാക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതുപോലെ തന്നെ നഗരസഭ ഈ കാര്യത്തിൽ ഒരു താല്പര്യവും കാണിക്കാത്ത നഗരസഭ ഇപ്പോൾ ഇതിന്റെ ആളുകളായി വരിക.
ഞങ്ങൾ വലിയ സമരത്തിന്റെ ഭാഗമായി ഈ മാലിന്യ സംസ്കരണം പ്ലാന്റ് അടച്ചുപൂട്ടുന്നതിന് വേണ്ടി നീണ്ട കാലത്തെ സമരം ഈ വേട്ടേക്കോട് നിവാസികളും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നടത്തിയപ്പോൾ ആ സമരത്തെ തകർക്കാൻ, ആ സമരത്തിൽ ഞങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ പേരിൽ അതുപോലെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ആക്രമിക്കുന്നതിന് വേണ്ടിയൊക്കെ നിന്ന ആളുകളാണ് ഇപ്പൊ അവരാണ് ഈ മാലിന്യം ഇവിടുന്ന് നീക്കം ചെയ്യുന്നതിന് മുൻകൈ എടുക്കുന്നത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അത് തുറന്നു കാണിക്കാനും നഗരസഭയുടെ ഈ പോരായ്മ തിരുത്തുന്നതിനും അതുപോലെ ഭാവിയിൽ ഇവിടേക്ക് ഇത്തരത്തിലുള്ള മാലിന്യ പ്ലാന്റ് ഇനി കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭം രംഗത്താണ് ഞങ്ങൾ. ഈ നാട് ഒരിക്കലും അതിനെ അനുവദിക്കില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഭരണപക്ഷ കൗൺസിലർമാര് 3 കോടി റുപ്യ മഞ്ചേരി നഗരസഭ കൊടുത്തുകൊണ്ടാണ് ഇവിടെ മാലിന്യം നീക്കണമെന്നാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമുക്കറിയാം UDF ഭരിക്കുന്ന കാലത്താണ് ഇവിടെ ഇതുപോലുള്ള മാലിന്യം 40 വർഷത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിലും വലിയ പ്രയാസത്തിലുമാക്കിയ ശേഷമാണ് UDF ആണ് ഇവിടെ ഈ മാലിന്യങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് കൂട്ടിയത്. അതിന്റെ പ്രയാസം 40 വർഷത്തോളം ജനങ്ങൾ അതിന്റെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മണ്ണിന്റെ അടിയിൽ ഇനിയും മാലിന്യമുണ്ട്. മുഴുവൻ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ഒന്ന് മണ്ണിന്റെ അടിയിൽ നിന്ന് ഒഴിവാക്കിയാലത് നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഞങ്ങള് ഇവിടെ നാട്ടുകാരൊക്കെ ഈ ഒരു മാലിന്യ കൂമ്പാരം ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ നല്ല കളിസ്ഥലവും ആ ഒരു ഇതിലേന്ന് ഞങ്ങള് ഇപ്പൊ എന്താ വെച്ചാല് രണ്ടാമതും ഇതേമാതിരി MCF, അതായത് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കാനും അതിനോടനുബന്ധിച്ചുള്ള ഇതുമാണ് ഇവിടെ ചെയ്യാൻ പോണത്. അപ്പൊ ആ ഒരു ഇത് ജനങ്ങൾക്ക് എതിർപ്പാണ്. അതുമല്ല ഇവിടെ ഇപ്പൊ മാലിന്യം, അതായത് പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിച്ചിട്ടും ഇപ്പോ ആ മണ്ണിൽ ഫുള്ള് പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ചെറിയ വേസ്റ്റുകളുണ്ട്. അപ്പോ അധികൃതരോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞെന്താ വെച്ചാല് ഒരു 10 കിലോ മണ്ണ് നമ്മള് ഇന്ന് എടുത്തു കഴിഞ്ഞാല് ഒരു 1/2 കിലോ പ്ലാസ്റ്റിക് അതിൽ ഉണ്ടാവും എന്നാ പറയുന്നത്. ആ ഒരു ഇത് ശരിയല്ല. അതേമാതിരി തന്നെ ഇപ്പൊ 2-3 ആഴ്ച മുമ്പ് ഇവിടുന്ന് മൊത്തം ഇതൊരു എടുത്ത് പ്ലാന്റ് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് പോകാനുള്ള ഒരു ഇതായിരുന്നു. അത് ഇവിടുത്തെ സഖാക്കളൊക്കെ പാടെ ഇടപെട്ട് അതിന്റെ ഭാഗമായിട്ട് കൗൺസിലർ വന്നു. അത് ഞങ്ങൾ പ്രതിഷേധിച്ചു. എന്താ വെച്ചാൽ ഇവിടുന്ന് ഇത് ഇപ്പൊ ഒരു ശ്മശാനം അവിടെ നിൽക്കുന്നുണ്ട്. ആ ശ്മശാനത്തിന്റെ അടിയിൽ ഫുള്ള് പ്ലാസ്റ്റിക് മാലിന്യം. ആ ഒരു മാലിന്യം എടുക്കാതെ ഇവിടെ ഒരു ഇത് പൂർത്തീകരണം ഇതാവില്ല. അപ്പൊ അതും കൂടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഈ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നാട്ടുകാർക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്? നാട്ടുകാർ ഈ ഒരു പ്രവർത്തന കേന്ദ്രം എന്ന് പറഞ്ഞാല് ഈ പ്രദേശം മൊത്തം തന്നെ ഈ ഒരു സംസ്കരണ കേന്ദ്രം കൊണ്ട് ദുരിതത്തിലായ അവസ്ഥയാണ്. കാലങ്ങളായിട്ട് 10-30 വർഷത്തോളം, 28 വർഷത്തോളം നിരന്തരം സമരങ്ങൾ ഇടയ്ക്കിടെ നടന്നെങ്കിലും അതിനൊന്നും കാര്യമായ ഒരു ഫലപ്രാപ്തി എത്താത്തതിന്റെ ഒരു ഭാഗം അവര് നമ്മോട് കാണിക്കണ ഈ അവഗണനയും തുറന്നൊരു പ്രക്ഷോഭത്തിലേക്ക് ഈ നാടിനെ നയിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ മാസത്തോളം നീണ്ടു നിന്ന സമരത്തിന്റെ ഭാഗമായിട്ട് ഉടലുകെട്ടി സമരം. ഈ പ്രദേശത്ത് 15ഓളം കുടുംബങ്ങൾ ഇവിടുന്ന് മാറിയിട്ട് ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാടിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. കാക്കകളും മറ്റും അവശിഷ്ടങ്ങൾ കൊണ്ടിടുക, നായ്ക്കളും മറ്റും അറവശാലയിലും മറ്റു മാലിന്യങ്ങളും ബയോമാലിന്യങ്ങളും കൊണ്ട് അവനാൻ്റെ വീട്ടിലും റോട്ടിലിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ. തെരുവ് നായ്ക്കളെ കൊണ്ട് നാട്ടിൽ കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, നിരന്തര പ്രശ്നങ്ങൾ. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിന്റെ ദുരിതങ്ങൾ ഈച്ചയായിട്ടും വെള്ളം ഒലിച്ചിറങ്ങുന്ന പ്രശ്നങ്ങളായിട്ടും നമ്മൾ ദുരിതം എന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ അപ്പുറത്തേക്കില്ല. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് മാസത്തോളം സമരം ഒരു നാട് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇത് ഇവിടുന്ന് പോകുന്നതും. ഇതിനോടനുബന്ധിച്ച് ഭരണാധികാരികൾക്കും ഗവൺമെന്റിനും അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കും ഇതിന്റെ രൂക്ഷത ഇവിടെ വന്ന് മനസ്സിലാക്കിയ ശേഷം ഒരു തരത്തിൽ ഇവിടെ ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ അവർക്ക് മനസ്സിലായിട്ടാണ് ഇത് ഇവിടുന്ന് എടുത്തു പോകുന്നത്. ആ സമയത്തൊന്നും ഇപ്പൊ ഇതിന്റെ വിരോധാഭാസം എന്ന് വെച്ചാൽ ആ സമയത്തൊന്നും ഈ ഒരു സമരമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാതെ ഒന്ന് തിരിഞ്ഞു നോക്കുകയും കൂടി ചെയ്യാതെ ഈ നാട്ടിലുള്ള ഈ സമരം ചെയ്യണ 100 കണക്കിന് ജനങ്ങളെ ഒറ്റിക്കൊടുത്തുകൊണ്ട് മാറിയുന്ന ആൾക്കാരാണ് ഇപ്പോൾ വന്നിട്ട് ഞങ്ങളാണ് ഇതിന്റെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞുള്ള. അത് വളരെ ഞങ്ങൾക്കൊക്കെ ഒരേ സമയം അമ്പരപ്പ്. ഒരു നാടിനെ ഇക്കണ്ട രീതിയിൽ ഒറ്റപ്പെടുത്താൻ കഴിയുന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവരടക്കമുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഈ സമരം ചെയ്തത് കേവലം രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് അവരോട് വന്നിട്ട് ഇപ്പോൾ ഞങ്ങളാണ് ചെയ്തത്, മുനിസിപ്പാലിറ്റിയാണ് ചെയ്യുന്നത് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാം. ഞങ്ങൾ ഇപ്പൊ പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ആവശ്യം നിരന്തരം തന്നെയായിരുന്നു ഇത് ഇവിടുന്ന് പോകാന്നുള്ളത്. പോയി കഴിഞ്ഞ ശേഷം പിന്നെ ഈ ലെഗസി വേസ്റ്റിന്റെ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 കോടി സർക്കാർ തലത്തിൽ മുടക്കിയിട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് രക്ഷപ്പെടുന്ന, പക്ഷേ വീണ്ടും അതിന്റെ പിന്നാലെ MCF കൂടിക്ക് വരിക എന്നുള്ള തരം തിരിക്കപ്പോൾ ബോർഡ് നോക്കിയൊക്കെ മനസ്സിലാവും MCF പ്ലാൻ എന്ന് എഴുതി വെച്ചുള്ളത്. അതായത് ഇത് പോയി കഴിഞ്ഞാലും വീണ്ടും മഞ്ചേരി മുനിസിപ്പാലിറ്റി തരംതിരിക്കാനുള്ള വേസ്റ്റ് ഇവിടെ വന്നിട്ട് വീണ്ടും ഇതിനെ ഇവിടെ തന്നെ നിലനിർത്താനുള്ള സമീപനമായിട്ടാണ് മഞ്ചേരി മുനിസിപ്പൽ അധികാരികൾ പോകുന്നത്. അതിന് ഒരു തരത്തിലും ഞങ്ങൾ അനുവദിക്കില്ല. നിരന്തര പ്രക്ഷോഭം മാത്രമല്ല, ഇനിയും ഞാൻ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാൻ ഈ നാടിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
ഒരു തരത്തിലും മറ്റൊരു സംസ്കരണ കേന്ദ്രം ഇവിടെ വരില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഒഴിവാക്കപ്പെട്ട ലെഗസി വേസ്റ്റിന്റെ പ്ലാന്റുകൾ അവിടെ കളിസ്ഥലങ്ങളായിട്ടും ആരോഗ്യപരമായ കേന്ദ്രങ്ങളായിട്ടും മാറുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ അത് വരണം എന്ന രീതിയിൽ ഞങ്ങൾ ഗവൺമെന്റിനെ സമീപിച്ചിട്ടുണ്ട്. ആ ഒരു സംഗതിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനെതിരായിട്ട് ഇവിടെ വീണ്ടും പ്ലാന്റും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിട്ട് വരാൻ തയ്യാറാവണം മുനിസിപ്പാലിറ്റി എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ശക്തമായ പ്രശ്നങ്ങൾ നാട്ടുകാരെ നൽകിയാണ് സംഘം. വേട്ടേക്കോട് മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷ അംഗങ്ങളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കളും ആരോപിക്കുന്നത്. നിരവധിയായ സമര പരിപാടികൾക്കാണ് ഇവർ നേതൃത്വം നൽകാൻ പോകുന്നത്. ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നാണ് ഇവരെല്ലാവരും ഒരേ സ്വരത്തോടു കൂടെ പറയുന്നത്. വേട്ടേക്കോട് നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. മലബാറിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം കേരളത്തിൽ 18 ഷോറൂമുമായി ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ കസ്റ്റമേഴ്സിന്റെ ബെസ്റ്റ് ചോയ്സ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്.